നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2 എസ്കേപ്പ് റൂട്ട്സ് ആർ ക്ലോസിംഗ് ഫോർ ഹുലിൻ അൽവാരസ്. മൊണ്ടോ ഡിപ്പോർട്ടിവോയുടെ ലേഖനത്തിൻ്റെ ടൈറ്റിലാണ്. ഹുലിൻ അൽവാരസിൻ്റെ നിലവിലെ സ്ഥിതി വിശദമായിട്ട് അവരതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഹുലിൻ അൽവാരസിനെ സ്വന്തമാക്കാൻ ബാഴ്സലോണയ്ക്ക് താല്പര്യമുണ്ട്. ഓൾറെഡി ഒരു ബിഡ് അത്ലറ്റിക്കോ മാഡ്രിഡിന് മുന്നിൽ കൊടുത്തതാണ് 100 മില്യൺ യൂറോയുടെ. പക്ഷേ അത് ജൂലൈ 31 വരെയാണ് വാലിഡിറ്റി ഉണ്ടാവുക എന്നും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു. ഇപ്പോൾ താരത്തിന് അത്ലറ്റിക്കോ മാഡ്രിഡ് വിടണം, ബാഴ്സലോണയിലേക്ക് ജോയിൻ ചെയ്യാനാണ് താല്പര്യം. അദ്ദേഹം അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. വേൾഡ് കപ്പിനിടയിലും അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ വിട്ടു പോകുന്നതാണ് എല്ലാവർക്കും നല്ലത് എന്ന്. അതിനുശേഷം പിന്നെ ഒരു കമൻറ്റും ഹുലിൻ അൽവാരസ് നടത്തിയിട്ടില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് ആവട്ടെ വളരെ ഫേമായിട്ട് നിൽക്കുകയാണ്. വിടൂല്ല, ബാഴ്സലോണയിലേക്ക് വിടൂല്ല എന്നതാണ് അവരുടെ നിലപാട്. പിന്നെയുള്ള വഴി എന്താ? ഓഗസ്റ്റ് 10 വളരെ ഇമ്പോർട്ടൻ്റ് ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 10 അത്ലറ്റിക്കോ മാഡ്രിഡിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട് ഹുലിൻ അൽവാരസിന്. അദ്ദേഹത്തിനും മറ്റ് വേൾഡ് കപ്പ് കളിച്ച താരങ്ങൾക്കുമൊക്കെ തിരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിരിക്കുന്ന ഓഗസ്റ്റ് 10. ആ ഓഗസ്റ്റ് 10 മെട്രോപൊളിറ്റനിൽ എത്തിയിട്ട് വീണ്ടും തനിക്ക് പുറത്തു പോകണം എന്ന് ഹുലിൻ അൽവാരസ് ആവശ്യപ്പെട്ടാൽ മാത്രമേ ഇനിയൊരു സാധ്യതയുള്ളൂ. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത്ലറ്റിക്കോ മാഡ്രിഡ് നിലവിൽ താരത്തെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. കാരണം അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്, ഹുലിയൻ്റെ കാലിബറുള്ള ഒരു താരത്തെ ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് കിട്ടുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ കയ്യിലുള്ള താരത്തെ വിട്ടുകൊടുക്കാൻ അവർ നിലവിൽ ചിന്തിക്കുന്നേയില്ല. പക്ഷേ താരം പോകണമെന്ന് പറഞ്ഞാൽ സ്ഥിതി മാറും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. പക്ഷെ അങ്ങനെയാകുമ്പോഴും ഒരു ഡയറക്റ്റ് റിവൽസിന് താരത്തെ കൊടുക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡ് തയ്യാറല്ല. ബാഴ്സലോണക്കോ റയൽ മാഡ്രിഡിനോ ഒന്നും താരത്തെ കൈമാറുന്നത് അബദ്ധമായിരിക്കും എന്ന് തന്നെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിചാരിക്കുന്നത്. അതുകൊണ്ട് സ്പെയിനിന് പുറത്തേക്ക് താരത്തെ കൊടുക്കാൻ അവർ തയ്യാറാകും. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, താരത്തിന് സ്പെയിൻ വിടാൻ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ 2 എസ്കേപ്പ് റൂട്ടുകൾ. ഒന്ന് PSG ആണ്. PSG താരത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ താരം അതിന് വഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ PSG ഫെറാൻ ടോറസിനെ സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിലാണ്. ഫെറാൻ ടോറസിനെ അവർ സ്വന്തമാക്കി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഹുലിൻ അൽവാരസിനെ വേണ്ട. അപ്പം അതുകൊണ്ട് തന്നെ ആ റൂട്ട് അവിടെ ക്ലോസ് ആകുന്നതിൻ്റെ തൊട്ടരികിലാണുള്ളത്. മാത്രമല്ല 2 വർഷം മുമ്പ് താരത്തിനായിട്ട് അന്ന് PSG നീക്കം നടത്തിയപ്പോൾ ഇല്ല, പാരീസിലേക്കില്ല എന്ന നിലപാടെടുത്തുകൊണ്ടാണ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ഹുലിൻ അൽവാരസ് എത്തിയത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് അത് തന്നെയാണ്. അതും PSG ഫെറാൻ ടോറസിനെ സ്വന്തമാക്കുന്നതിന് തൊട്ടരികിലെത്തി നിൽക്കുന്നതുമാകുമ്പോൾ ആ എസ്കേപ്പ് റൂട്ട് അവിടെ ക്ലോസ് ആകുന്നു. രണ്ടാമതൊരു എസ്കേപ്പ് റൂട്ട് എന്നുള്ളത് ആഴ്സണലിലേക്കാണ്. ആഴ്സണലിന് താരത്തിൽ താല്പര്യമുണ്ടെന്നുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നെങ്കിലും ഇപ്പോൾ അവർ വലിയ തുകക്ക് വിനിയെ കൊണ്ടുവരുന്നതിലാണ് താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയണം. അത് വിനി റയലിൽ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമോ ഇല്ലയോ എന്നതനുസരിച്ചിരിക്കും. കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം സ്വാഭാവികമായിട്ടും ആഴ്സണലിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ പിന്നെ ഒരു ഹൈ പ്രൊഫൈൽ മൂവിന് ആഴ്സണലും തയ്യാറായേക്കില്ല. അപ്പോൾ ആ റൂട്ടും ഏതാണ്ട് അവിടെ ക്ലോസ് ആവുന്നതിൻ്റെ തൊട്ടരികിലാണ്. ആഴ്സണൽ ഒരു ഘട്ടത്തിൽ ഹുലിയനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഗ്യോക്കറസിനെ കൊടുത്തേക്കുമെന്ന് വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം മൈക്കൽ ആർട്ടിറ്റ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗ്യോക്കറസിനെ ഞാൻ കൗണ്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ പിന്നെ ഗബ്രിയൽ മാർട്ടിനെല്ലിയും ഗബ്രിയൽ ഹീസസും ഒക്കെ ഒരുപക്ഷെ അത്ലറ്റിക്കോ മാഡ്രിഡിന് ഓഫർ ചെയ്തേക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അത്ലറ്റിക്കോ മാഡ്രിഡിന് ആ താരങ്ങളിൽ വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ചുരുക്കി പറഞ്ഞാൽ ആ റൂട്ടും ആ എസ്കേപ്പ് റൂട്ടും ഓൾമോസ്റ്റ് അവിടെ ക്ലോസ് ആവുകയാണ്. സോ ഹുലിയൻ്റെ കാര്യത്തിൽ ഇനി എന്ത് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതിന് പക്ഷേ ഹുലിയൻ തന്നെ ശക്തമായി പുഷ് ചെയ്തോളണം, അല്ലെങ്കിൽ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ തന്നെ അടുത്ത സീസൺ കളിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും. താല്പര്യമില്ലാത്തയിടത്ത് തുടരേണ്ട അവസ്ഥയിലേക്ക് താരം പോകും. കംപ്ലീറ്റ്ലി നമ്മൾ ഈ വീഡിയോ ചെയ്തത് മൊണ്ടോ ഡിപ്പോർട്ടിവോയുടെ ആ ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഹുലിയൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും ലഭിക്കേണ്ടിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.